ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെ എപ്പോഴും രാമനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംജിത്ത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ +1 മാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ 2 പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ 3rd പാർട്ട് വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എല്ലാവരും ആ സ്ക്രീൻഷോട്ട് കണ്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ കൂടെ എഴുതി. ഇതിനകത്ത് സ്ഥലം കുറവാണ് ക്വസ്റ്റ്യൻ എഴുതാത്തത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫിഗർ ഷോസ് എ യൂണിറ്റ് സർക്കിൾ ആൻഡ് എ ലൈൻ എൽ. ഫിഗർ ഷോസ് എ യൂണിറ്റ് സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് 1 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. യൂണിറ്റ് സർക്കിൾ ആൻഡ് എ ലൈൻ എൽ വിച്ച് മേക്സ് 30 ഡിഗ്രി. അതായത് ഒരു ലൈൻ ആ സെന്ററിൽ കൂടെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ എല്ല് ഒരു എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്തതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ എൽ. ഈ ലൈൻ എൽ, ഈ എൽ എന്ന് പറഞ്ഞ ഈ ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ എൽ. നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, y ഈക്വൽ ടു mx. y ഈക്വൽ ടു mx എന്ന ഫോം അറിയാം. ഇവിടെ ഈ y ഈക്വൽ ടു mx എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലോപ്പ് ആണ്. ആ ലൈനിന്റെ സ്ലോപ്പ് ആണ് m. അപ്പൊ നമുക്ക് ഇവിടുത്തെ m കണ്ടുപിടിച്ചാൽ പോരെ. m കണ്ടുപിടിച്ചാൽ ഈ ലൈനിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ കിട്ടത്തില്ല എഴുതിയിരുന്നു. അപ്പം നമുക്ക് ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സ്ലോപ്പ് m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ തീറ്റ. സ്ലോപ്പ് m ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ വാല്യൂ എത്ര? 30 ഡിഗ്രി. അപ്പൊ ടാൻ 30 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ ടാൻ 30 ഡിഗ്രി. ടാൻ 30 ഡിഗ്രി എത്ര? സൈൻ 30 ബൈ കോസ് 30. സൈൻ 30 1/2. കോസ് 30 √3/2. 2 ക്യാൻസൽ ഈക്വൽ ടു 1/√3. അപ്പൊ ആ ലൈൻ എൽ എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി 1/√3. എൽ എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി 1/√3. എൽ എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി 1/√3. ഇനി ഈ 1/√3 എന്ന് പറഞ്ഞ വാല്യൂ, അതായത് എം, ആ എമ്മിന്റെ വാല്യൂ എടുത്ത് ഈ y mx എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ എൽ എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ y ഈക്വൽ ടു mx, ഇതായിരുന്നു ഇക്വേഷൻ. എമ്മിന്റെ വാല്യൂ കിട്ടി 1/√3. y ഈക്വൽ ടു 1/√3x. ഓക്കെ, y ഈക്വൽ ടു 1/√3x. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരുമിച്ച് അപ്പുറത്തോട്ട് മാറ്റി വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ വെച്ചാൽ 1/√3 ഇൻറ്റു എക്സ്, വൈനെ അപ്പുറത്ത് കൊണ്ടുപോവാം. മൈനസ് y ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് എ ആൻഡ് ബി. അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെയും ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞ പോയിന്റിന്റെയും ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഒരു സർക്കിളിന്റെ, അതായത് ഒരു കോർഡിനേറ്റിനകത്ത് സെന്റർ 0 വരുന്ന രീതിയിൽ ഒരു സർക്കിളല്ലേ വരച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അവിടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ആ സർക്കിളിൽ വരുന്ന ഒരു പോയിന്റ്, അതായത് ഈ പോയിന്റുകൾ രണ്ടും സർക്കിളിലല്ലേ, സർക്കിളിൽ വരുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഒരു കോമൺ ഫോം ഉണ്ട്. ആ കോമൺ ഫോം എങ്ങനെ വരുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. സംഭവം വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ ഇവിടെ വന്ന് മുട്ടുന്ന പോയിന്റ് ഇല്ലേ, ഇതല്ലേ ഈ പോയിന്റ് എക്സ് ആക്സിസ്. ഇവിടുത്തെ ഈ എക്സ് ആക്സിസ് അല്ല, ഇതല്ലേ ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതല്ലേ ആ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ്. അപ്പൊ നമുക്ക് ഇവിടത്തെ ഈ പോയിന്റും വേണം, ഇവിടത്തെ ഈ പോയിന്റ് എത്രയെന്നും വേണം, ഇവിടത്തെ ഈ പോയിന്റ് എത്രയെന്നും വേണം ഇല്ലേ. നമുക്ക് അവിടത്തെ ആ പോയിന്റ് എത്രയെന്നും വേണം, ഇവിടത്തെ ഈ പോയിന്റ് എത്രയെന്നും വേണം. അത് കണ്ടുപിടിക്കേ നമുക്ക് ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ വേണം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും വേണം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും വേണം അല്ലേ. അപ്പൊ നമുക്ക് ഈ 2 ഡിസ്റ്റൻസ് വേണം. ഫസ്റ്റ് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സാമ്പിൾ ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തോ. പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിൾ സെന്ററിന് നമുക്കൊരു O കൊടുക്കുകയാണെങ്കിൽ OCA എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ. ചുമ്മാ കാണിക്കുകയാണ്. ഇത് പഠിക്കാൻ ഇക്വേഷൻ മാത്രം മതി, അതുകൊണ്ട് ഇവിടെ എഴുതുന്ന. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ OCA എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. OCA എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. അപ്പൊ OCA എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്.
അപ്പൊ നമുക്ക് വേണമെന്നത് ഈ ഒ സി എന്ന് പറഞ്ഞ സൈഡാണ് വേണം, ഒ സി എന്ന് പറഞ്ഞ സൈഡാണ് വേണം. കാരണം ആ ഒ സി എന്ന് പറഞ്ഞ സൈഡ് കിട്ടുകയാണെങ്കിൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഒ സി എന്ന് പറഞ്ഞ സൈഡ് വേണം. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലേ ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലേ ഇത്? അപ്പൊ അഡ്ജസന്റ് സൈഡ് അല്ലേ? അപ്പൊ കോസ് തീറ്റ എടുക്കുക. കോസ് തീറ്റ കോസ് 30 ഡിഗ്രി എടുക്കുമ്പോഴത്തേക്ക് അഡ്ജസന്റ് സൈഡ് എത്ര? ഒ സി ഡിവൈഡ് ബൈ ഹൈപ്പോന്യൂസ് എത്ര? ഒ എ. ഹൈപ്പോന്യൂസ് ഒ എ. ഒ സി ഡിവൈഡ് ബൈ ഒ എ. ഒ സി ഡിവൈഡ് ബൈ ഒ എ അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ഒ സി കിട്ടി. ഒ സി ഇസ് ഈക്വൽ ടു ഒ എ. ഒ എ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് അല്ലേ? ഒ എ എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് അല്ലേ? അപ്പൊ ഒ എക്ക് 6 കൊടുക്കുക. അപ്പൊ ആർ കോസ് ഇവിടെ 30 ഡിഗ്രി കോമൺ ഫോം ആണെങ്കിൽ 30 ഡിഗ്രിക്ക് തീറ്റ എടുക്കുന്നത് ആർ കോസ് തീറ്റ. അഡ്ജസ്റ്റന്റ് സൈഡ് കിട്ടി. ഒ സി ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഇവിടെ കോസ് തീറ്റയ്ക്ക് വരാം ആർ കോസ് 30 ഇല്ലേ? ആർ കോസ് 30 കിട്ടും. അവിടെ ആർ കോസ് 30 കിട്ടും. നമുക്ക് ഇനി അടുത്ത് വേണമെന്നത് ഇതാണ് വേണമെന്ന ഈ സൈഡ്, അതായത് ഇവിടെ ഒ സി എടുത്ത് ഇവിടെ ഡി കൊടുക്കാം. ഡി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒ ഡി ആണ് അടുത്ത വേണമെന്നത്. ഒ ഡി എന്ന് പറയുന്നതും ഈ സി എ എന്ന് പറയുന്നതും തുല്യമല്ലേ? ഒ ഡി എന്ന് പറയുന്നത് സി എ തുല്യമല്ലേ? അപ്പൊ നമുക്ക് എന്തോ സൈൻ എടുക്കുക. സൈൻ 30 ഡിഗ്രി എടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് സി എ ഡിവൈഡ് ബൈ ഹൈപ്പോന്യൂസ് ഒ എ. ഒ എ എന്ന് പറയുന്നത് റേഡിയസ് ആർ അല്ലേ? അപ്പം സി എ ഈക്വൽ ടു ആർ കോസ് അല്ല സോറി ആർ സൈൻ തീറ്റ. അതിന് പകരം ആർ സൈൻ ഇവിടെ 30 ഡിഗ്രി ആയതുകൊണ്ട് 30 ഡിഗ്രി. ഓക്കെ. അപ്പൊ നമുക്ക് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോമൺ ഫോം കിട്ടി. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റയാണ്, വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റയാണ്. അപ്പൊ അവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോമൺ ഫോം ആർ കോസ് തീറ്റ കോമ ആർ സൈൻ തീറ്റ. ആർ കോസ് തീറ്റ കോമ ആർ സൈൻ തീറ്റ. ആർ കോസ് തീറ്റ കോമ ആർ സൈൻ തീറ്റ. അത് ഞാൻ വൃത്തിയാണ് അപ്പുറത്തോട്ട് എഴുതി കാണിച്ചു തരാം. അവിടെ ക്ലിയർ അല്ലെന്ന് എനിക്കറിയാം. ആർ കോസ് തീറ്റ കോമ ആർ സൈൻ തീറ്റ. അപ്പൊ നമുക്ക് ആ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ കോമ ആർ സൈൻ തീറ്റ. ആർ കോസ് തീറ്റ കോമ ആർ സൈൻ തീറ്റ. അപ്പൊ നമ്മുടെ തീറ്റ എത്ര ഡിഗ്രി? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. തീറ്റ 30 ഡിഗ്രി അവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് കിട്ടും. അപ്പൊ എ എന്ന് പറയുന്നത് ആർ കോസ് 30 ഡിഗ്രി കോമ ആർ സൈൻ 30 ഡിഗ്രി. ആർ കോസ് 30 ഡിഗ്രി കോമ ആർ സൈൻ 30 ഡിഗ്രി. അപ്പൊ എ എന്ന് പറയുന്നത് ആർ കോസ് 30 √3/2. അപ്പൊ √3/2 ആർ കോമ സൈൻ 30 1/2. അപ്പൊ 1/2 ഇൻറ്റു ആർ തന്നെ. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആർ ഈക്വൽ ടു 1. അപ്പൊ യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് 1 ആയിരിക്കും. അപ്പൊ എ എന്ന് പറയുന്നത് √3/2 1/2. √3/2 1/2. അപ്പൊ നമുക്ക് എയുടെ കോർഡിനേറ്റ് കിട്ടി √3/2 1/2. √3/2 1/2. അപ്പൊ ഈ ലൈനിന്റെ അടുത്തൊരു പോയിന്റിൽ ഈ ലൈനിന്റെ ഓപ്പോസിറ്റ് പോയിന്റിലെ ഈ ബിയും ഇതും √3/2 1/2 ആണ്. പക്ഷെ അത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എക്സും വൈയും അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് -√3/2 -1/2. -√3/2 -1/2. അപ്പൊ ഇനി നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ അല്ല, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ സർക്കിൾ എ. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ സർക്കിൾ എ. സർക്കിൾ അറ്റ് എ.
അപ്പൊ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ സർക്കിൾ അറ്റ് എ, അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പോകുന്ന ടാൻജന്റ്, എ എന്ന് പറഞ്ഞ ലൈനിൽ കൂടെ പോകുന്ന ടാൻജന്റ്, ഈ ടാൻജന്റ് ടി എന്ന് പറയുമ്പോൾ കൊടുക്കാം. അപ്പൊ ടാൻജന്റ് ടി, ആ ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് സർക്കിളിന്റെ റേഡിയസും ആ റേഡിയസ് വന്ന് മുട്ടുന്ന പോയിന്റിൽ കൂടെ പോകുന്ന ടാൻജന്റും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും, ഇല്ലേ? അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇല്ലേ? അത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 90യും അത് 60യും ആയാൽ ബാക്കി ഇവിടത്തെ ഈ എക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട്, അതായത് ഈ ടാൻജന്റ് എക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട്, ഈ ടാൻജന്റ് എക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 - 60 എന്ന് പറയുന്ന 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മൾ ഈ ടാൻജന്റ് എക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര? 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അവിടുത്തെ തീറ്റ എത്ര? തീറ്റ ഈക്വൽ ടു 120 ഡിഗ്രി, ഇല്ലേ? അപ്പൊ ടാൻജന്റ് മേക്ക് ചെയ്യുന്ന, അപ്പൊ ടാൻജന്റ് മേക്ക് ചെയ്യുന്ന തീറ്റ ടി എന്ന് പറയുമ്പോൾ കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ തീറ്റ സഫിക്സിൽ ഒരു ടി കൊടുത്തേക്കുന്നത് ടാൻജന്റ് ആ എക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയതുകൊണ്ടാണ്. അപ്പൊ തീറ്റ ടി എന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ആ ലൈൻ എന്തോ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ടാൻജന്റിന്റെ ആ എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പോകുന്ന ടാൻജന്റിന്റെ ഇക്വേഷന്റെ കോമൺ ഇക്വേഷൻ അല്ലേ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എം എക്സ് എന്ന ഇക്വേഷൻ നമുക്കറിയത്തില്ലേ? y ഈക്വൽ ടു എം എക്സ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ ഈ m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. അപ്പൊ m എന്ന് പറയുന്ന സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ടാൻ തീറ്റ എടുത്താൽ മതി. ടാൻ തീറ്റ. അപ്പൊ നമ്മുടെ തീറ്റ എത്ര? 120 ഡിഗ്രി. അപ്പൊ ടാൻ 120 ഡിഗ്രി. അപ്പൊ ടാൻ 120 ഡിഗ്രി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൈനിന്റെ ലൈൻ എന്ന് പറയുന്നത് ആ ടാൻജന്റിന്റെ സ്ലോപ്പ് കിട്ടും. അപ്പൊ ടാൻ 120 ഡിഗ്രി ഈക്വൽ ടു ടാൻ 120 ഡിഗ്രിക്ക് പകരം ടാൻ 90 പ്ലസ് 30 എന്ന് എഴുതി കൂടെ? ടാൻ 90 പ്ലസ് 30 ഡിഗ്രി എഴുതി കൂടെ? ടാൻ 90 പ്ലസ് 30 ഡിഗ്രി എഴുതി കൂടെ? അപ്പൊ 90 പ്ലസ് 30 ഡിഗ്രി ആയതുകൊണ്ട് 90 പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഈ ടാനിന്റെ കോ ഫാക്ടർ എടുക്കണം. 90 പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ടാനിന്റെ കോ ഫാക്ടർ എടുക്കണം. അപ്പൊ ടാനിന്റെ കോ ഫാക്ടർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ടാനിന്റെ കോ ഫാക്ടർ കോട്ട്. അപ്പൊ ടാനിന്റെ കോ ഫാക്ടർ എടുത്ത് ഇനി 90 പ്ലസ് എന്ന് പറയുമ്പോൾ അത് ആപ്പിന്റെ പേരല്ല ഇവിടെ പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ 90 പ്ലസ് എന്ന് പറയുന്നത് 90 പ്ലസ് ആവുമ്പോൾ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് വരും. 90 പ്ലസ് ആയതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റ് വരും. സെക്കൻഡ് ക്വാഡ്രന്റ് നമുക്ക് ഏതൊക്കെയാ പോസിറ്റീവ്? സൈനും കൊസീക്കും പോസിറ്റീവ്. അത് കണ്ടുപിടിക്കാൻ എളുപ്പം വഴിയുണ്ട്. അങ്ങേല ശങ്കരൻ തെങ്ങിന്ന് ചാടി. ഞാൻ പണ്ട് നമുക്ക് നമ്മളെ സാറ് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ അങ്ങേല എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങേലയില എ എന്ന് പറയുമ്പോൾ ഓൾ പോസിറ്റീവ്. ശങ്കരൻ എന്ന് പറയുമ്പോൾ ശങ്കരന്റെ എസ് വെക്കുമ്പോൾ അവിടെ സൈനും കൊസീക്കും പോസിറ്റീവ്. തെങ്ങിന്റെ ടി അപ്പൊ അവിടെ ടാനും കോട്ടും പോസിറ്റീവ്. ചാടിയിലെ സി കോസും സീക്കും പോസിറ്റീവ്. ഓക്കെ, വാങ്ങേല ശങ്കരൻ തെങ്ങിന്ന് ചാടി. അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റ് 90 പ്ലസ് 30 എന്ന് വന്നുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്. അവിടെ ടാൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് മൈനസ് കോട്ട് വരും. മൈനസ് കോട്ട് 30 ഡിഗ്രി. അപ്പൊ കോട്ട് 30 ഡിഗ്രി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് കോസ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ 30 ഡിഗ്രി, ഇല്ലേ തന്നെ? അപ്പൊ ഇതെത്ര കിട്ടി? കോസ് 30 ഡിഗ്രി എന്ന് പറയുമ്പോ എത്ര? √3/2 ഡിവൈഡഡ് ബൈ സൈൻ 30 ഡിഗ്രി 1/2. 2 ക്യാൻസൽ. അപ്പൊ നമ്മുടെ സ്ലോപ്പ് എം ഈക്വൽ ടു എത്ര കിട്ടി? സ്ലോപ്പ് എം ഈക്വൽ ടു മൈനസ് √3. സ്ലോപ്പ് എം ഈക്വൽ ടു മൈനസ് √3. ഇനി മൈനസ് √3 എന്ന് പറഞ്ഞ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കണം. y1 x1 അങ്ങനെ സംഭവം കൂടെ നമ്മൾ അതിലുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സ്ലോപ്പ് എം കിട്ടി, മൈനസ് √3 ആണെന്ന് കിട്ടി. ഇനി നമുക്കൊരു x1 y1 എന്നുണ്ട്. x1, y1 എന്ന് പറയുന്നുണ്ട്. x1, y1 എന്ന് പറയുന്നത് അത് ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന പറഞ്ഞാൽ
എ എന്ന് പറഞ്ഞ പോയിന്റ് കൂടെയല്ലേ പാസ് ചെയ്യുന്ന പറഞ്ഞ എ എന്ന് പറഞ്ഞ പോയിന്റ് കൂടെയല്ലേ പാസ് ചെയ്യുന്ന പറഞ്ഞ അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് x1 y1. എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ, എന്തായിരുന്നു √3/2, 1/2, √3/2, 1/2. അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് x1 y1 ഉണ്ട്, എം എന്ന് പറഞ്ഞ സ്ലോപ്പ് -√3 ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ അവിടെ എടുത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ ഇക്വേഷൻ കിട്ടും, ആ ടാൻജന്റിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ y മൈനസ് y1 എന്തുവാ 1/2 അല്ലേ, ഈക്വൽ ടു സ്ലോപ്പ് എം എത്ര -√3 ഇൻറ്റു എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ √3/2, എക്സ് എന്ന് പറഞ്ഞാൽ √3/2. അപ്പൊ y മൈനസ് 1/2 ഈക്വൽ ടു -√3 ഇൻറ്റു എക്സ് മൈനസ് √3/2 ഇല്ലേ, ഇത്രയും നമുക്ക് ആയില്ലേ. ഇനി നമുക്ക് ആ √3നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അതിന്റെ കൂടെ ഇതും കൂടെ ക്രോസ് ചെയ്യാം. അപ്പൊ 2 × y 2y മൈനസ് 1/2 ഈക്വൽ ടു നമുക്ക് ആദ്യം ഇതിനെ ക്രോസ് ചെയ്തിട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യില്ലേ, അതല്ലേ ചൂടാ നല്ലത്, അത് അങ്ങനെ അല്ലാതെ ചെയ്യണം. നമുക്ക് എനിക്ക് അകത്തേക്ക് അപ്പൊ -√3x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് √3 × √3 3/2. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കി എന്തോ കിട്ടി, ഇവിടെ എഴുതാം, നമ്മുടെ സ്പേസ് കുറവായിട്ടാണ്. 2y മൈനസ് 1/2 ഈക്വൽ ടു 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, -2√3x പ്ലസ് 3/2. 2ഉം 2ഉം ക്യാൻസൽ, വന്നോട്ടി 2y മൈനസ് 1 ഈക്വൽ ടു -2√3x പ്ലസ് 3 ഇല്ലേ, ഇത്രയും കിട്ടിയില്ലേ. ഇനി 2√3 പ്ലസ് എക്സിനെ നമുക്ക് ഇപ്പുറത്തും വരാം, 2√3 പ്ലസ് എക്സിനെ നമുക്ക് ഇപ്പുറത്തും വരാം. അപ്പൊ എന്ത് കിട്ടും, 2√3 പ്ലസ് എക്സ്, സോറി √3 പ്ലസ് എക്സ് അല്ല, 2√3x ഇവിടെ 2y ഉണ്ട് പ്ലസ് 2y. ഇനി നമുക്ക് ഈ 3നെ കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ വേണമെങ്കിൽ 1നെ അപ്പുറത്തുണ്ടായാലും മതി, ആ 1നെ അപ്പുറത്തുണ്ടാകും, അല്ലേ കാണാൻ രസം ഇല്ലേ. ഓക്കെ, അപ്പൊ ഇതിനെ അപ്പുറത്തോണ്ട് പോകുമ്പോഴത്തേക്ക് ഈക്വൽ ടു 4 ഇല്ലേ. ഇനി ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്ത് കിട്ടും, √3x പ്ലസ് y ഈക്വൽ ടു 2, √3x പ്ലസ് y ഈക്വൽ ടു 2, √3x പ്ലസ് y ഈക്വൽ ടു 2. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാവരും സ്ക്രീൻഷോട്ട് നോക്കി ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെറ്റ് എ നമുക്ക് 3 പോയിന്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ, എ എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് എന്തുവാ 0, 7, 10. എ എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട് 0, 7, 10. ബി എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ -1, 6, 6, -1, 6, 6. ഇനി അടുത്ത സി എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ -4, 9, 6, -4, 9, 6, -4, 9, 6. നമ്മുടെ ക്വസ്റ്റ്യൻ ലെറ്റ് എ 0, 7, 10, ബി -1, 6, 6 ആൻഡ് സി -4, 9, 6 ആർ ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ ഈ 3 പോയിന്റ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് 3 പോയിന്റ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ചുമ്മാ ഒരു ട്രയാങ്കിൾ ആണ് വരച്ചത്. നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആവാം, ചിലപ്പോ അല്ലാതെ ആവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് 0, 7, 10 ഇല്ലേ, 0, 7, 10, -1, 6, 6, -4, 9, 6. നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, അപ്പൊ അതിന്റെ 3 പോയിന്റ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം, നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്തുവാ, അവിടുത്തെ ഹൈപ്പോന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. ഹൈപ്പോന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇവിടുത്തെ
ഏതെങ്കിലും രണ്ട് സൈഡിന്റെ സ്ക്വയർ എടുത്ത് കൂട്ടുമ്പം മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ കിട്ടുന്ന നോക്കിയാൽ പോരെ. ഏതെങ്കിലും രണ്ട് സൈഡിന്റെ സ്ക്വയർ എടുത്ത് കൂട്ടുമ്പം മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ കിട്ടുന്ന നോക്കിയാൽ പോരെ. അപ്പൊ നമുക്ക് ഇതൊരു 3D നിൽക്കുന്ന ഒരു ഫിഗർ അല്ലേ, 3D നിൽക്കുന്ന ഫിഗർ അല്ലേ. അപ്പൊ ഇവിടെ എക്സ് കൊണ്ട് വൈ കൊണ്ട് ഇസഡ് കൊണ്ടില്ലേ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല. അപ്പൊ നമുക്ക് 3 പോയിന്റ് എന്ന് പറയുന്നത് x1 y1 z1 x2 y2 z2 ആയിരുന്നെങ്കിൽ x1 y1 z1 x2 y2 z2 ആയിരുന്നെങ്കിൽ അവർക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമ്മളിത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ് ചുമ്മാ കൊടുത്തോ. എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ബി എ ടു ബി. അപ്പൊ എ ബി എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ബിയിൽ നിന്ന് എ കുറയ്ക്കണം. അപ്പം x2 മൈനസ് x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഫോർമുല. പക്ഷെ നമുക്ക് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ് ഇവിടെ വേണ്ടുന്നത്. അപ്പൊ നമുക്ക് ഈ റൂട്ട് അങ്ങ് പോകും. മനസ്സിലായി, സംഭവം മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഫോർമുല. ഫസ്റ്റ് നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി എന്ന് പറയുമ്പോഴത്തേക്ക് എ ടു ബി ഡിസ്റ്റൻസ് ബി ഇത് എ കുറയ്ക്കണം. അപ്പൊ -1 -0 ഹോൾ സ്ക്വയർ. നമുക്ക് എന്തുവാ സ്ക്വയർ അല്ലേ വേണമെന്ന. അപ്പൊ എ ബി സ്ക്വയർ. അപ്പൊ മൊത്തത്തിൽ റൂട്ട് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, നമുക്ക് സ്ക്വയർ എടുത്ത് കൂട്ടുമ്പോഴത്തേക്കും മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ കിട്ടുന്നതന്നെ നോക്കാനുള്ള. അപ്പൊ -1 -0 ഹോൾ സ്ക്വയർ പ്ലസ് 6 7 ഹോൾ സ്ക്വയർ പ്ലസ് 6 10 whole square equal to -1 -0 whole square എന്ന് പറയുമ്പോൾ -1 whole square എന്ന് പറയുമ്പോൾ 1 plus 6 7 -1 -1 whole square 1 plus 6 10 -4 -4 whole square 16 is equal to 16 plus 1 plus 1 18. അപ്പൊ എ ബി സ്ക്വയർ കിട്ടി 18. ഇനി നമുക്ക് ബി സി സ്ക്വയർ കണ്ടുപിടിക്കാം. ബി സി സ്ക്വയർ അതുകൊണ്ട് സി നിന്ന് ഡി കുറയ്ക്കണം. -4 minus -1 the whole square -4 -1 the whole square. ഇനി അത് 9 plus 9 -6 the whole square plus 6 -6 the whole square. ഇല്ലേ? ഒന്ന് കിട്ടും. -4 minus into minus plus. അപ്പൊ -4 plus 1 -3 the whole square 9 plus 9 minus 6 3 square 9 plus 6 minus 6 0 square no വേണ്ട 6 minus 6 0. 9 plus 9 എത്ര 18. അത് 18 കിട്ടി. ഇനി നമുക്കത് എ ബി ആയി. എ ബി ഇപ്പൊ നമ്മളെ പോയിന്റ് നമുക്ക് 0 7 10 a -1 6 ഇത് ബി ഇത് സി. അപ്പൊ നമ്മള് എ ബിയും കണ്ടുപിടിച്ച് ബി സിയും കണ്ടുപിടിച്ചു. ഇനി എ സി അല്ലേ വേണമെന്ന. അപ്പൊ എ സി ഈക്വൽ ടു എ സി കണ്ടുപിടിക്കാൻ എ സി എന്ന് പറയുമ്പോ സി നേരെ കുറയ്ക്കണം. -4 -0 the whole square എ സി സ്ക്വയർ -4 -0 the whole square plus 9 7 the whole square plus 6 10 the whole square. ഇല്ലേ? ഈക്വൽ ടു -4 -0 the whole square എന്ന് പറയുമ്പോൾ -4 the whole square the whole square എന്ന് പറഞ്ഞാൽ 16 plus 9 7 the whole square എന്ന് പറഞ്ഞാൽ 2 square എന്ന് പറഞ്ഞാൽ 4 plus 6 10 the whole square എന്ന് പറയുന്നത് -4 the whole square 16 equal to 16 plus 16 32 plus 4 36. ഇപ്പൊ നമുക്ക് എന്തോ കിട്ടി? എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 കിട്ടി, ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 കിട്ടി, എ സി സ്ക്വയർ 36 കിട്ടി. നോക്കി ഒരുമിച്ച് നോക്കിയേ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 പ്ലസ് 18 എന്ന് പറയുന്നത് 36 അല്ലേ? അതായത് ഇവിടെ കിട്ടി എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. അതുകൊണ്ട് therefore triangle ABC is right triangle. ഇല്ലേ? അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇല്ലേ? തന്നെ ഓക്കെ അല്ലേ?
നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ് എ ബി സി. അപ്പൊ നമ്മൾ ഈ എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും പോണ ഈ ട്രയാങ്കിളിന്റെ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്തില്ലേ? നേരത്തെ എങ്ങനെ പ്രൂവ് ചെയ്ത? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്തില്ലേ? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ സി സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്തില്ലേ? അപ്പൊ നമ്മള് ഇവിടത്തെ ഏറ്റവും വലിയ സൈഡ് ഏതാ? എ സി. അപ്പൊ ഈ ട്രയാങ്കിൾ ഒന്നുകൂടെ ആണെങ്കിൽ വരയ്ക്കാം. എ ബി സി. അപ്പം ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരുന്നത്. റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇല്ലേ? അപ്പൊ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ സി സ്ക്വയർ. അപ്പൊ ഇവിടെ എ സി എന്ന് പറയുന്നത് ഇതായിരിക്കും, വലിയ സൈഡ് അല്ലേ? ഇവിടെ ബി എടുത്തോ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ എ സി സ്ക്വയർ. അപ്പൊ നമ്മളെ റൈറ്റ് ട്രയാങ്കിളിന്റെ അമ്മ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിളിന്റെ സർക്കിൾ വരെയാണെങ്കിൽ അതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഹൈപ്പോന്യൂസിന്റെ സെന്റർ ആയിരിക്കും. ഹൈപ്പോന്യൂസിന്റെ സെന്റർ ആയിരിക്കും ഇല്ലേ? അപ്പൊ നമ്മൾ ഹൈപ്പോന്യൂസ് നമ്മുടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. നമ്മളെ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ എത്ര? 0, 7, 10. ബി എന്ന് പറഞ്ഞാൽ എത്ര? എ എന്ന് പറഞ്ഞാൽ 0, 7, 10. ബി എന്ന് പറഞ്ഞാൽ -1, 6, 6. സി എന്ന് പറഞ്ഞാൽ -4, 9, 6. സി എന്ന് പറഞ്ഞാൽ -4, 9, 6. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റ് 0, 7, 10. ബി എന്ന് പറഞ്ഞാൽ -1, 6, സി എന്ന് പറഞ്ഞാൽ -4, 9, 6. ഓക്കെ. അപ്പൊ നമുക്ക് എ സിയുടെ സെന്റർ പോയിന്റ് ആണ് ആ സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഈ ലൈനിന്റെ സെന്റർ എന്ന് വെച്ചാൽ പോരെ. നമുക്ക് ലൈൻ ഏതാ? എ സി ലൈനാ. എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് 0, 7, 10 ഉണ്ട്. സി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് -4, 9, 6 ഉണ്ട് ഇല്ലേ? അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇതിങ്ങനെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇല്ലേ? കൂട്ടിയിട്ട് 2 അങ്ങനെ കൂട്ടുന്ന കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ 2 പോയിന്റ് x1, y1, z1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. x2, y2, z2 എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്. ഇത് 2 ആണ്. ഇത് സി വേണ്ട, സി കൊടുക്കണ്ട. നമുക്കൊരു പി ക്യൂ എന്ന് പറഞ്ഞ 2 പോയിന്റ് ആണ്. അപ്പൊ ഈ ലൈനിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മളെ സെന്റർ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് ദ ലൈൻ അല്ലെ? കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2, y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2, z1 പ്ലസ് z2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇങ്ങനെയാണ് അവിടെ സെന്റർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാം ഇല്ലേ? അതിന്റെ ഈ സെന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർക്കിളിന്റെ സെന്റർ ആയിരിക്കും. അപ്പൊ സെന്റർ ഓഫ് സർക്കിളിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ മിഡ് പോയിന്റ് ഓഫ് സർക്കിൾ മിഡ് പോയിന്റ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 0 പ്ലസ് -4 ഡിവൈഡഡ് ബൈ 2, 7 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 2, 10 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 2 ഇല്ലേ? അപ്പൊ 0 മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് 0 -4 എന്ന് പറയുന്നത് -4 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ -2, 7 പ്ലസ് 9 എത്ര? 16 ഡിവൈഡ് ബൈ 2, 8, 10 പ്ലസ് 6, 16 ഡിവൈഡ് ബൈ 2, 8. അപ്പോൾ മിഡ് പോയിന്റ് കിട്ടി -288. അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ സ്ക്രീൻഷോട്ട് ഒക്കെ ക്വസ്റ്റ്യൻ എഴുതിയത് പിന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൺസിഡർ ദ വേർഡ് അസാസിനേഷൻ. വേർഡ് എന്തോ? അസാസിനേഷൻ. ASSASINATION. കൺസിഡർ ദ വേർഡ് അസാസിനേഷൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ഡിഫറെന്റ് വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആർ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ഈ വേർഡിലെ ലെറ്റേഴ്സ് ഇല്ലേ, ആ ലെറ്റേഴ്സിനെ എത്ര ഡിഫറെന്റ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത്
എത്ര ഡിഫറെന്റ്. ഇപ്പൊ ഈ ഒരു എസിന്റെ അടുത്ത് ഇപ്പുറത്തിട്ടാ അത് വേറെ വേർഡായില്ലേ, ഈ എ ഇപ്പുറത്ത് എടുത്തിട്ടാ വേറെ വേർഡായില്ലേ. അപ്പൊ ഈ അക്ഷരങ്ങൾ, ഈ കൊടുത്തേക്കുന്ന ലെറ്റേഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ അസാസിനേഷൻ എന്ന് പറയുന്ന വേർഡില് എ എത്ര പ്രാവശ്യമുണ്ട്? എ എന്ന് പറയുന്നത് 3 പ്രാവശ്യം ഇല്ലേ? എസ് എന്ന് പറയുന്നത് 4 പ്രാവശ്യം ഇല്ലേ? ഐ എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഇല്ലേ? ഇനി ഏതുണ്ട്? എൻ എന്ന് പറയുന്നത് എത്ര? 2 പ്രാവശ്യം ഇല്ലേ? അപ്പൊ എ ആയി, എസ് ആയി, ഐ ആയി, എൻ ആയി. ടി എന്ന് പറയുന്നത് 1 പ്രാവശ്യവും ഒ എന്ന് പറയുന്നത് 1 പ്രാവശ്യവും ഇല്ലേ? ഇത്രയും പ്രാവശ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ടോട്ടൽ നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കാൻ. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എല്ലാവരും ചോദിച്ചേക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കാൻ. ഇത് മൊത്തം എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കാൻ ഇതിനകത്ത് മൊത്തം 13 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ ഫാക്ടോറിയൽ, അപ്പൊ 13 ഫാക്ടോറിയൽ. ഇതില് കുറെ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ അത് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ എ എത്ര പ്രാവശ്യം? 3 ഫാക്ടോറിയൽ ഇൻറ്റു എസ് എത്ര പ്രാവശ്യം? 4 ഫാക്ടോറിയൽ ഇൻറ്റു ഐ എത്ര പ്രാവശ്യം? 2 ഫാക്ടോറിയൽ ഇൻറ്റു എൻ എത്ര പ്രാവശ്യം? 2 ഫാക്ടോറിയൽ ഇൻറ്റു ടി 1 ഫാക്ടോറിയൽ, ഓ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഫാക്ടോറിയൽ എന്ന് എന്തോ അറിയോ? നമുക്കിപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ കാണിച്ചത്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3. അതാണ് സംഭവം. അപ്പൊ നമുക്ക് അപ്പൊ അത് കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 13 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പൊ ഈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്ര? 1 തന്നെ. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പം നമുക്ക് 13 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1081.0800. ഇതാണ് കിട്ടുന്ന ആൻസർ. ഓക്കെ. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് കിട്ടി. ഇനി അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ഓഫ് ദീസ് വേർഡ്സ് ഹാവ് ഓൾ വവൽസ് ടുഗദർ. അതായത് ഇതിനകത്ത് എത്ര വേർഡ്സിൽ എല്ലാ വവൽസും ഒരുമിച്ച് വരും എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്ര വേർഡ്സിൽ എല്ലാ വവൽസും ഒരുമിച്ച് വരും എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വവൽസ് ഏതൊക്കെയുള്ള? എ 1 പ്രാവശ്യം ഉണ്ട്, എ പിന്നെയും ഉണ്ട്, ഐ 1 പ്രാവശ്യം ഉണ്ട്, പിന്നെ എ പിന്നെയും ഉണ്ട്, ഐ ഒന്നുകൂടെ ഉണ്ട്, പിന്നെ ഒരു ഓയും ഉണ്ട്. ഇല്ലേ? ഇതിനകത്ത് 3 വവൽസേ ഉള്ളൂ. പക്ഷെ ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എ എത്ര പ്രാവശ്യം? എ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഐ 2 പ്രാവശ്യം വരുന്നുണ്ട്, ഓ 1 ഉള്ളൂ. ഇല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ഈ വവൽസിനെ തന്നെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ ഈ വവൽസിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ വവൽസ് ക്യാൻ ബി അറേഞ്ച്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വവൽസിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചില്ല, അതേ സെയിം മെത്തേഡ് തന്നെ. ഈ മൊത്തം എത്ര ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? എ എത്ര പ്രാവശ്യം? 3 ഫാക്ടോറിയൽ ഇൻറ്റു നമ്മൾ ഇവിടെ ഇട്ടില്ലെങ്കിൽ ഇൻറ്റു എന്നാണ് അർത്ഥം. ഓക്കെ. 2 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ നമുക്ക് അവിടെ ആവശ്യമില്ല, കാരണം 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 തന്നെ. അപ്പൊ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തു പോണേ. ഓക്കെ. അപ്പൊ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 തൊട്ട് 6 വരെ മൾട്ടിപ്ലൈ ചെയ്യണം തീർച്ചയായിട്ടും. 3 ഫാക്ടോറിയൽ ആകുമ്പോൾ 1 തൊട്ട് 3 വരെ, 2 ഫാക്ടോറിയൽ 1 into 2. ഓക്കെ. അപ്പം നമ്മൾ ആ വവൽസിനെ അറേഞ്ച് ചെയ്യുന്ന രീതി, എത്ര വേസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. വവൽസിനെ അറേഞ്ച് ചെയ്യുന്ന വേസ്. പക്ഷെ നമുക്ക് വേണ്ടുന്നത് വവൽസ് എല്ലാം കൂടെ ഉൾപ്പെട്ട് വരുന്ന വേർഡുകളുടെ എണ്ണം അല്ലേ ചോദിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ വവൽസിനെ എല്ലാം കൂടെ നമ്മൾ ഒറ്റ ടൈമാണ് വവൽസിനെ എല്ലാം കൂടെ
ഒറ്റ ടൈം. അതായത് ഇത് ഇത്രയും കൂടെ ഒറ്റ കെട്ടായി, ഇതെല്ലാം കൂടെ ഒരു ടൈം. ആ വൗവൽസിനെ എല്ലാം കൂടെ ഒറ്റ ടൈമായിട്ട് എടുത്താൽ നമുക്ക് ഇതാ ഈ വേർഡിനെ ഈ വൗവൽസിനെല്ലാം കൂടെ ഒറ്റ ടൈമായിട്ട് എടുത്തു. അപ്പൊ അതൊരു ഒന്നായിട്ട് അവിടെ കിടന്നോട്ട്. വൗവൽസിനെ എല്ലാം കൂടെ ഒറ്റ ടൈമായിട്ട് എടുത്തേ. വൗവൽസിനെ എല്ലാം നമ്മൾ ഒറ്റ ടൈമായിട്ട് എടുത്ത്. ഓക്കെ അല്ലേ? വൗവൽസിനെ എല്ലാം കൂടെ ഒറ്റ ടൈമായിട്ട് എടുക്കുന്നത് എന്തിനാണ് നമുക്ക് മനസ്സിലാവും. വൗവൽസിനെ എല്ലാം കൂടെ ഒറ്റ ടൈമായിട്ട് എടുത്താൽ പിന്നെ ഈ നമ്പേഴ്സിൽ ബാക്കി എന്തൊക്കെയുണ്ട്? 2s ഉണ്ട്, പിന്നെ അതിനിടയ്ക്ക് ആ എ ഈ വൗവൽസിന്റെ കൂട്ടത്തിലുണ്ട്, പിന്നെ 2s ഉണ്ട്, SS, പിന്നെ I നമ്മൾ ഈ വൗവൽസിന്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു N ഉണ്ട്, A വൗവൽസിന്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്, ഒരു T ഉണ്ട്, ഇവിടുത്തെ I വൗവൽസിന്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്, O എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു N ഉണ്ട്. ഇല്ലേ? ഇതെല്ലാം കൂടെ ഒറ്റ ടൈം, ഇതെല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട്. അപ്പൊ ഇവിടെ S എത്ര ഉണ്ട്? S എന്ന് പറയുന്നത് 4 ഉണ്ട്, N എന്ന് പറയുന്നത് 2 ഉണ്ട്, T എന്ന് പറയുന്നത് 1 ഉണ്ട്. ഇല്ലേ? അപ്പൊ ഇത് ഒരു ടൈം, ബാക്കി 1 2 3 4 5 6 7 ഇല്ലേ? മൊത്തം എത്ര ടൈം? 8 ടൈം ഉണ്ട്. ഇനി ഇതിനെ അറേഞ്ച് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. ഈ ഒരു നമ്പറിനെ ഈ ഒരു രീതിനെ അറേഞ്ച് ചെയ്യുക, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്ന് കണ്ടുപിടിക്കണം. ദീസ് നമ്പേഴ്സ് ക്യാൻ ബി അറേഞ്ച്ഡ്. ഈ നമ്പേഴ്സിനെ അറേഞ്ച്ഡ് ചെയ്യുന്ന പറയുന്നത് നമുക്ക് എങ്ങനെ? ഇവിടെ മൊത്തം 8 അല്ലേ? ഇത് ഇത്ര 7ഉം വൗവൽസിനെ എല്ലാം കൂടെ ഒറ്റ ടൈമായിട്ട് എടുത്ത് 1 കൂടെ കൂട്ടി 8. അപ്പൊ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ S എത്ര? 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 ഫാക്ടോറിയൽ ഇൻറ്റു N എത്ര? 2 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എടുക്കണോ? വേണ്ട. അപ്പൊ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത്രയും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ വൗവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റുകൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ arrangement in which vowels are together. Total arrangement in which vowels are together. ഓക്കെ. അപ്പൊ ടോട്ടൽ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ വൗവൽസിനെ ആദ്യമേ വൗവൽസിന്റെ എടുത്തിട്ട് വൗവൽസിന്റെ അറേഞ്ച്മെന്റ് എടുത്തില്ലേ? അപ്പൊ ഇതേ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇല്ലേ? ഇതിനെ ഇൻറ്റു നമ്മൾ ബാക്കി ഈ വൗവൽസിനെ എല്ലാം കൂടെ ഒറ്റ ടൈമായിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള നമ്പറിനെ എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ചില്ലേ? അത് ഇൻറ്റു ചെയ്യണം. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ വൗവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെന്റുകളുടെ എണ്ണം നമുക്ക് കിട്ടും. നമുക്ക് ആൻസർ കിട്ടി 5400 ഇങ്ങനെ കിട്ടി. ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് ചെയ്തു നോക്കണം. ചില മിസ്റ്റേക്ക് വരാൻ ഞാൻ അല്ല ചെയ്ത് ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ ഫാക്ടോറിയൽ എടുക്കാൻ അറിയാമല്ലായിരുന്നു, ഞാൻ ചെയ്താൽ മതി. ഞാൻ ഇത് വെട്ടി ചെയ്ത് കറക്റ്റ് ആയിരിക്കും. ഇതായിരിക്കും ആൻസർ. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും